ശ്രീമദ് ഭാഗവതം നമ്മളിന്ന് 16-ാമത്തെ അധ്യായമായിട്ട് ഭൂമിദേവിയും ധർമ്മദേവനും തമ്മിലുള്ള സംവാദമാണ് നോക്കുന്നത്. ഇവിടെ ഭൂമിയിലെ മനുഷ്യരുടെ സ്വഭാവവുമായിട്ട് ബന്ധപ്പെട്ട ചില ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പറയുന്നത്. ഓരോ കാലഘട്ടം മാറുമ്പോഴും അതിനനുസരിച്ചിട്ടുള്ള പ്രത്യേകതകൾ മനുഷ്യരിൽ കാണും. അപ്പോൾ അങ്ങനെ വ്യത്യസ്ത കാലഘട്ടങ്ങളിലുള്ള ഇവിടുത്തെ മനുഷ്യരുടെ പ്രത്യേകതകൾ, സ്വഭാവത്തിലുള്ള പ്രത്യേകതകൾ, ഭരണാധികാരികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതെല്ലാം ഒരു താരതമ്യം ചെയ്യുന്ന തരത്തിലാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് രണ്ട് കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചിട്ട് ഒന്ന് പശു ഒന്ന് കാളയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഏതിനെ? ധർമ്മദേവനെയും ഭൂമിയെയും. ഇപ്പം കഥയാകുമ്പോൾ കഥാപാത്രങ്ങൾ വേണം, അപ്പം അതിന് കണ്ണുമൂക്കും എല്ലാം വേണം. അപ്പം ആ നിലയിൽ പശുവും കാളയായിട്ടെല്ലാം പറഞ്ഞതായിട്ട് കണ്ടാൽ മതി. യഥാർത്ഥത്തിലും പശുവും കാളയാണെങ്കിൽ ഇവിടെ ധർമ്മവും ധർമ്മത്തെപ്പറ്റിയും ഭൂമിയെ പറ്റിയെല്ലാം പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ കഥാപാത്രങ്ങളെയൊന്നും അതേപോലെ കഥയിൽ എടുക്കരുത്. കഥയിൽ ഓരോ ആശയം പറയാൻ വേണ്ടിയിട്ട് ഓരോ വിഷയത്തിനും ഓരോ കഥാപാത്രത്തെ സൃഷ്ടിക്കും. കാലത്തെയാണ് കൃഷ്ണനായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. അല്ലാതെ അതൊന്നും അതേപോലെ എടുക്കരുതെന്ന് മുമ്പ് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്കിനി ഇതിലേക്ക് വരാം. ഒന്നിൽ സൂതൻ ശൗനകനോട് പറയുകയാണ്, അങ്ങനെ ജ്യോതിഷ പണ്ഡിതർ പ്രവർത്തിച്ച പ്രകാരം, ജ്യോതിഷന്മാരാണല്ലോ പറഞ്ഞ പരീക്ഷിച്ച് ഇങ്ങനെയെല്ലാം ജീവിക്കുവാന്ന്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഒരാൾ ജനിക്കുന്നത് ഓരോ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടില്ല. അപ്പം ജനിപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ തീരുമാനിക്കും അവൻ ഇന്നല്ല, നമ്മളല്ല, ആ ശക്തി തീരുമാനിക്കും. ഇപ്പം നമ്മളൊരു വീട് വയ്ക്കുകയാണെങ്കിൽ നമ്മളൊരു മേശയിനെ വിളിക്കുമ്പോൾ അയാളെന്തല്ല ചെയ്യേണ്ടതെന്നുള്ള നമുക്കൊരു ധാരണയുണ്ട്. ഇന്ന സമയം ഇന്ന ചെയ്യണം. അതുപോലെ തന്നെ നമ്മളെ സൃഷ്ടിക്കുമ്പോൾ, ഈ പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോഴും നമ്മളെ സൃഷ്ടിക്കുന്ന ഒരു കർമ്മം ചെയ്യാനാണ്. ആ ഇന്ന കാലത്ത് ആ ഗ്രഹങ്ങൾ ഇന്നിടത്തെത്തുമ്പോൾ ഇന്ന കർമ്മങ്ങൾ ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടാണ് നമ്മളെ സൃഷ്ടിക്കുന്നത്. അത് ഗ്രഹങ്ങളെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ് ജ്യോതിഷം. അത് തന്നെയാണ് നമ്മുടെ ആ പ്ലാനിനാണ് നമ്മളെ ജീവാത്മാവ് എന്ന് പറയുന്നത്. അതിലെന്താണോ തീരുമാനിച്ചിരിക്കുന്നത് അതുപോലെയാണ് നമ്മൾ ജീവിക്കുക, പരീക്ഷിച്ച് രാജ്യം ഭരിക്കുകയും ചെയ്യുക. ഇപ്പം ജ്യോതിഷത്തിൽ പറഞ്ഞ മാതിരി, ജ്യോതിഷന്മാർ പറഞ്ഞ മാതിരി തന്നെ പരീക്ഷിത്ത്, ഭക്തനായ പരീക്ഷിത്ത് രാജാവ് ബ്രാഹ്മണോപദേശപ്രകാരം രാജ്യം ഭരിച്ചു. ഒരു രാജാവ് ചെയ്യേണ്ടത്, രാജാവ് ധീരനാണ്, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരാണ്, അത് അർജുനന് സമാനമാണ്. പക്ഷേ അവർ ഭരിക്കേണ്ടത് എങ്ങനെയാണ്? ധർമ്മപുത്രരാണ്. ആ തത്വങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. ആ നിയമങ്ങളെല്ലാം, നിയമവശങ്ങൾ ബുദ്ധിപരമായിട്ട് വരുന്നത് ധർമ്മപുത്രർക്കാണ്. പക്ഷെ ലീഡർ പൊസിഷൻ ക്വാളിറ്റി ആർക്കാണ്? അർജുനനാണ്. അതുമാതിരി ഒരു ക്ഷത്രിയം ഭരിക്കുമ്പോൾ ആ ഭരിക്കുന്നക്ക് എല്ലാ ബുദ്ധിയും കിട്ടില്ല. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അതിനാണ് ഈ മന്ത്രിസഭയുള്ളത്. പണ്ട് കാലത്ത് മന്ത്രിമാരുണ്ടായിരുന്നു, വലിയ മന്ത്രിസഭയുണ്ടാവും. മന്ത്രിസഭയിൽ ചർച്ച ചെയ്തതിൻ്റെയാണ് നടപ്പാക്കുന്നത്. അങ്ങനെയാണ് ശരിക്കും പോകേണ്ടത്. കാരണം ബുദ്ധിയുള്ളവൻ, ഉദാഹരണമായിട്ട് ഇന്നും ഒരു രാഷ്ട്രീയക്കാരാണ് ഭരണത്തിൻ്റെ തലപ്പത്തെല്ലാം വരുന്നത്. അവർക്കൊന്നും എന്ത് അക്കൗണ്ടൻസി അറിയാം, എന്ത് യുദ്ധത്തെ തന്ത്രങ്ങളെ അറിയാം, ഒന്നും അറിയില്ല. ഇപ്പം ബഡ്ജറ്റെല്ലാം ഉണ്ടാക്കാൻ അവർ വിചാരിച്ചാൽ എങ്ങനെ ബഡ്ജറ്റ് ഉണ്ടാക്കാൻ പോകുന്നു? അതിന് കീഴെ ആളെ വെച്ചിട്ടുണ്ട്. അത് ബുദ്ധിമാന്മാരാണ്. അവർ പറയുന്നതനുസരിച്ചാണ് ചെയ്യേണ്ടത്. പക്ഷേ കൗരവരുടെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്? ധൃതരാഷ്ട്രരുടെ കാര്യത്തിൽ കണ്ണില്ലാത്തവനെ മുകളിൽ പിടിച്ചിരുത്തും. ഭീഷ്മരെയും എല്ലാം പണ്ഡിതനാണ്, ഭീഷ്മരും ദ്രോണാചാര്യരെല്ലാം അവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷേ അങ്ങേരെ തത്വപ്രകാരമൊന്നും അങ്ങേർക്ക് ചെയ്യാൻ പറ്റില്ല. അതെല്ലാം പിന്നിൽ നിന്ന് ശകുനിമാരെല്ലാം പറയുന്ന അനുസരിച്ച് അങ്ങേരെ ഒപ്പിട്ട് കൊടുക്കുക എന്നത്. അതാണ് അവസാന ശരശയ്യയിൽ കിടക്കേണ്ടി വന്നത്. പക്ഷേ ശരിയായ ഭരണാധികാരി നിയമമനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. അങ്ങനെയാണ് ഇവിടെ പോകുന്നത്. അതുകൊണ്ടാണ്
ബ്രാഹ്മണന്മാരുടെ ഉപദേശപ്രകാരം, അതായത് മുകളിൽ ബുദ്ധിമാന്മാരായ ആൾക്കാരുണ്ട്, നിയമങ്ങൾ പഠിച്ച് ഇങ്ങനെ പോകുന്നു, അവരുടെ നിർദ്ദേശപ്രകാരമാണ് രാജാവ് ഭരിക്കേണ്ടത്. അങ്ങനെയാണ് പരീക്ഷിത്ത് ഭരിച്ചത്. ഇതിൻ്റെ 2 അവൻ ഉത്തരൻ്റെ പുത്രിയായ ഇരാവതിയെ വിവാഹം കഴിച്ചു. അവളിൽ ജനമേജയൻ മുതലായ 4 പുത്രന്മാർ ജനിച്ചു. അപ്പം പരീക്ഷത്തിന് കുറച്ച് കാലഘട്ടമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ശേഷമുള്ളത് പറയണം. അപ്പം അങ്ങേർക്കൊരു പുത്രനുണ്ടായി. അതിൽ വരുമ്പോൾ ഇതെല്ലാം ആണല്ലോ. അപ്പോൾ ആ പുത്രൻ 4 മക്കളുണ്ട്. അതിൽ ജനമേജയനാണ് എന്ന് പറഞ്ഞു വെച്ചു. അപ്പോൾ ജനമേജയൻ എന്ന് പറഞ്ഞാൽ ജനത്തിൻ്റെ ഭരണമാണ്, ജനത്തിന് വേണ്ടിയാണ്. അപ്പം പരീക്ഷത്തിൻ്റെ അങ്ങനെ തന്നെയാണ്. പിന്നെ ജനമേജയൻ്റെ ഭരണവും അങ്ങനെ തന്നെയാണ്. അതായത് കുറച്ച് കാലഘട്ടം, ഇതെല്ലാം കുറച്ച് കാലഘട്ടമേ ഉള്ളൂ. പിന്നെ അതൊന്നും നീട്ടി വലിച്ചെഴുതിയിട്ടില്ല. കാരണം പിന്നെ ദുഷിച്ചു പോകും, നാട് ദുഷിക്കാൻ തുടങ്ങും പെട്ടെന്ന്. നമുക്കറിയാലോ, ഇവിടെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ ഒന്നിച്ച് വർക്ക് ചെയ്യും. ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, ഒരു ചുറ്റും ഭയങ്കര ഐക്യമാണ്. ആണെന്നുള്ള പെണ്ണെന്നുള്ള എല്ലാ സഹോദരിമാരാണ്. പക്ഷെ കുറച്ച് കാലം കഴിയുമ്പോൾ പഴയ സ്വഭാവം ചെയ്യും. അപ്പോൾ ഇത് എത്ര കാലത്തേക്കേ ഉള്ളൂ? കുറച്ച് കാലത്തേക്കേ ഉള്ളൂ. അപ്പോൾ അവിടെ കൃഷ്ണൻ്റെ കാലഘട്ടം കഴിച്ചു. പിന്നെ ഇവിടെ പാണ്ഡവരെ ധർമ്മപുത്രരുടെ ഭരണം വന്നു. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കാലം പരീക്ഷിതും ഭരിക്കും, കുറച്ച് കാലം ജനമേജയനും ഭരിക്കും. പിന്നെ അതോടുകൂടി പ്രളയം വന്ന് അടിച്ചു കളയും. ലക്ഷ്യം എത്തിക്കഴിഞ്ഞു, സുന്ദരമായ ഇങ്ങനത്തെ ഒരു ലോകം. അതാണ് ബ്രഹ്മം വിഭാവനം ചെയ്തത്. അത് അധികാരം കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് അങ്ങേയൊക്കെ നല്ലോണം അറിയാം. അതുകൊണ്ട് അടിച്ചു കളയുകയും ചെയ്യും. എന്നിട്ട് ആദ്യം ഒന്നേന്ന് തുടങ്ങും. അപ്പം നമ്മളതിൻ്റെ വക്കിലാണ് ഉള്ളത്. അങ്ങനെ ഒരു ലോകത്തിലേക്ക് നമ്മൾ എത്താൻ പോവുകയാണ്. എന്നിട്ട് 3 കൃപാചാര്യരെ ഗുരുവാക്കിക്കൊണ്ട് ഗംഗാതടത്തിൽ വച്ച് ദാനത്തോടെ 3 അശ്വമേധയാഗങ്ങൾ നടത്തി. അപ്പം കൃപാചാര്യൻ തന്നെയാണ് ഗുരുവാക്കി വെച്ചത്, പഴയ ആൾ തന്നെ. പിന്നെയോ 3 അശ്വമേധയാഗം എന്ന് പറഞ്ഞാൽ കുതിരനെ കഴിച്ചു വിടും. ഏത് രാജ്യത്തേക്ക് പോകുന്നു ആ രാജാക്കന്മാരെല്ലാം അതിന് കീഴടങ്ങിക്കൊള്ളണം. ഇല്ലെങ്കിൽ യുദ്ധം ചെയ്തിട്ട് കീഴടക്കും. അപ്പോൾ യുദ്ധത്തിലൂടെ ഒന്നും കീഴടക്കില്ല. പിന്നെ യുദ്ധത്തിന് വേണ്ട. കാരണം ഇവരെ പ്രശസ്തി ധീരതയെല്ലാം കേൾക്കുമ്പം തന്നെ ഓരോ രാജ്യത്തിൻ്റെ അടുത്ത് പോകുമ്പോൾ അവർ സ്വീകരിക്കും. നിങ്ങളെ പക്ഷത്തു നിന്നും പിന്നെ എല്ലാം കൂടിക്കോളും. അപ്പോൾ എല്ലാ രാജ്യത്തിനെയും വിസ്തൃതമാക്കി ഏകോപിപ്പിച്ച് ലോകം മുഴുവൻ ഒന്നാക്കിക്കൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് 3 അശ്വമേധയാഗം നടത്തി എന്ന് പറഞ്ഞത്. പരീക്ഷിത്ത്. അങ്ങനെ ലോകം വികസിപ്പിച്ചു പോവുകയാണ്. 4 അങ്ങനെ ദിഗ്വിജയം നേടിയ സമയത്ത് ഒരിടത്ത് വെച്ച് ശൂദ്രനെങ്കിലും, അങ്ങനെ ദിഗ്വിജയം നടത്തി അങ്ങനെ പോകുന്ന സമയത്ത് ഒരു സ്ഥലത്ത് ശൂദ്രനെങ്കിലും, ആള് ശൂദ്രനാണ്, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നല്ല കേമനാണ്, നല്ല ധീരനായ രാജാവാണ്, രാജാവിന് സമാനമാണ്. ഒരാൾ എന്ത് ചെയ്യുന്നെന്ന്, ഒരു പശുവും കളിയാടിയിരിക്കുന്നു, ഇത് കാലിൽ തൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങേര് ഈ കക്ഷി അത് കലിപുരുഷനാണ്. അതിനെ കണ്ടു. എന്നിട്ട് അവനെ പിടിച്ചടക്കി. അവനെ കീഴ്പ്പെടുത്തിയെന്ന് അർത്ഥം. ആര്? പരീക്ഷിത്ത് അവനെ കീഴടക്കി. അത് ചുരുക്കിയൊന്ന് പറഞ്ഞപ്പോൾ നമ്മളെ ശൗനകനോടാണ് ചോദിച്ചത്. അപ്പം ശൗനകൻ അത് പോരാ, അതൊന്ന് വിസ്തരിച്ച് കേൾക്കണം. അതുകൊണ്ട് 5, 6, 7 എന്ന് പറയുന്നത് എന്ത് കാരണത്താലാണ് കലിയെ പിടിച്ചൊതുക്കിയത്? എന്തിനാണ് ഈ കലിയെ പിടിച്ചിട്ട് ഒതുക്കിയത്? യാതൊരു ശൂദ്രൻ രാജലക്ഷണങ്ങൾ ധരിച്ചുകൊണ്ട് രാജലക്ഷണങ്ങൾ ധരിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ കാലിനെ അടിച്ചുകൊണ്ടിരുന്നത്. കാലിനടിച്ചുകൊണ്ടിരുന്നത് ഈ മൃഗങ്ങളുടെ. അവിടെ എന്തായിരുന്നു? ഒരു പശു ഉണ്ടായിരുന്നു, ഒരു കാള ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അതിൻ്റെ കാലിനിങ്ങനെ അടിച്ചുകൊണ്ടിരുന്നതെന്ന് ചോദിക്കുകയാണ്. എന്താണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അടിച്ചോടിക്കാനാണോ എന്താണോ എന്നുള്ളതാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ വിഷയത്തിലേക്ക് ഇപ്പോൾ ഇവിടെ കടക്കുന്നില്ല. ഇതിൽ എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് 4 യുഗങ്ങളിലുള്ള മനുഷ്യരുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ പറയാൻ വേണ്ടിയുള്ളതാണ്. അത് അടുത്ത അധ്യായത്തിലാണ് പറയുന്നത്.
ഈ അധ്യായത്തിൽ ഈ അടുത്ത കാലത്ത് നടന്ന സംഭവത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അടുത്ത കാലത്തെ സംഭവം എന്താണ്? കൃഷ്ണന്റെ ഭരണമായിരുന്നു. 3-ാം ലോകമഹായുദ്ധം, മഹാഭാരത യുദ്ധത്തിന് ശേഷം ഒരു സുന്ദരമായ ലോകം വന്നു. കൃഷ്ണൻ ഉണ്ടാക്കി. ധർമ്മപുത്രരുടെ എല്ലാം ഭരണം ഇവിടെയും. ആ കാലഘട്ടത്തിൽ കൃഷ്ണൻ മറഞ്ഞുപോയി. ആ കൃഷ്ണൻ മറയുന്നതിന് മുമ്പിലും മറഞ്ഞതിന് ശേഷമുള്ള ആ പ്രത്യേകതയാണ് പറയാൻ പോകുന്നത്. അതുകൊണ്ടാണ് ആ പശുവിൻ്റെയിലും കാളയിലേക്കും അധികം പോകാതെ, കാലിനടിച്ച കാര്യത്തിലേക്കൊന്നും കിടക്കാതെ അവർ തമ്മിലുള്ള സംഭാഷണത്തിലൂടെ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത പറയാനാണ് പോകുന്നത്. അതാണ് അതുകൊണ്ട് ആരാണ് കാലിനടിച്ചതെന്നൊന്നും ഇവിടെ അങ്ങനെ കാര്യമായിട്ട് പറയുന്നില്ല. അത് അടുത്ത അധ്യായത്തിൽ. അപ്പം ഇതിലെന്താ പറയുന്നത്? എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ എന്ത് ചോദിക്കുന്നുണ്ട്? അത് ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട വല്ല കാര്യവുമാണെങ്കിൽ അതും ചേർത്ത് പറയുക. അതിന് ശ്രീകൃഷ്ണനുമായി ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 യുഗത്തിലെ കാര്യമാണെങ്കിൽ അവിടെ കൃഷ്ണൻ്റെ കാര്യം പറയണ്ട. കൃഷ്ണൻ ഈ പറയുന്ന ദ്വാപരയുഗത്തിന് ശേഷം കലിയുഗത്തിന് ഇടയ്ക്കുള്ള സമയത്താണല്ലോ. കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ടു എന്ന് പറയുമ്പോൾ ഈ യുഗത്തിൻ്റെ പ്രത്യേകത, അതുമായിട്ട് വല്ല ബന്ധമുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് വിസ്തരിച്ച് പറയാമെന്നാണ്. അപ്പോൾ ആ കാലഘട്ടത്തിലെ പ്രത്യേകത പറയാൻ പോവുകയാണ്. കൃഷ്ണൻ്റെ കാലഘട്ടത്തിൽ, കൃഷ്ണൻ പോയതിന് ശേഷം കലി വന്ന കാലഘട്ടത്തിൽ ഇതിലെന്ത് പറയാണ്? സത്യത്തെ അന്വേഷിക്കുന്നവരും അല്പായുസുക്കളോട് കൂടിയതും സ്വതേ മരണധർമ്മം ഉണ്ടായിരിക്കുന്നതുമായ മനുഷ്യർക്ക് ഇത്തരം കഥകൾ തന്നെ ശ്രേഷ്ഠം. അപ്പം ഇപ്പോഴത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്, നമുക്ക് വേണ്ടിയാണ്. എന്തുകൊണ്ട്? നമ്മൾ ആയുസ് കുറവാണ്. നമ്മൾ ഇങ്ങോട്ട് വരുന്നതോടെ ആയുസ് കുറവാണ്. പിന്നെന്താണ്? മരണത്തോട് അടുത്ത് കിടക്കുന്നവരാണ്. ആയുസ് കുറയാൻ തന്നെ എപ്പോഴും മരണത്തെ സമീപിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. പിന്നെ അന്വേഷിക്കാൻ, എല്ലാ കാര്യങ്ങളും അറിയണമെന്ന് താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ കഥരൂപത്തിൽ പറയുന്നത് തന്നെയാണ് ശ്രേഷ്ഠമെന്ന് പറയുകയാണ്. അങ്ങനെ ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. അപ്പോൾ ഒരു കഥയായിട്ട് പറഞ്ഞു തന്നാൽ മതി. ഇതിൻ്റെ 8 മൃത്യുദേവനാകട്ടെ ഹിംസനാദി കർമ്മ നിർവഹണത്തിനായി ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പം മൃത്യുദേവന് ഇവിടെ ഇല്ല. അദ്ദേഹവും വേറൊരു കാര്യത്തിന് അദ്ദേഹത്തെ വിളിച്ചു വന്നിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ ഇരിക്കുന്ന കാലത്തോളം അവിടെ എന്തില്ല? മരണവും ഇല്ല. അപ്പം മൃത്യുദേവനെ വേറൊരു കാര്യത്തിലേക്ക് വിളിച്ചു കൊണ്ടുവന്നിരിക്കുന്നതുകൊണ്ട് മരണവും കുറച്ച് കുറവാണ്. മരണമൊന്നും നടക്കുന്നില്ല. ഇത് 9 പറയുന്നു എന്തിനാ വിളിച്ചു കൊണ്ടുവന്നെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതിലേക്ക് അധികമൊന്നും ഇവിടെ കിടക്കുന്നില്ല. നൃത്യലോകത്തിൽ ശ്രീഹരിയുടെ അമൃതരസമുള്ള വചസ് പാനം ചെയ്യുവാനായി കൊണ്ടായിരിക്കാം ഋഷിശ്രേഷ്ഠന്മാർ നൃത്യഭഗവാനെ ഇവിടേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നത്. അപ്പോൾ ഋഷികളാണ് മൃത്യുദേവനെ കൃഷ്ണൻ്റെ ശ്രീഹരിയുടെ രസമുള്ള വചസ് പാനം ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ ഒന്നും അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്കല്ല കിടക്കുന്നത്. നമുക്കിപ്പം കൃഷ്ണൻ്റെ ഈ കാലഘട്ടത്തിലെ സ്വഭാവമാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ഒന്ന് സൂചിപ്പിക്കുന്നുണ്ട്. മരണം കുറേ കുറവാണ്. മരണമില്ല എന്ന് പറഞ്ഞുകൂടാ. മൃത്യുദേവനുമെല്ലാം കുറച്ച് മാറി നിൽക്കുകയാണ്. കാരണം ശാസ്ത്രം അത്രയും പുരോഗമിച്ചു. ശാസ്ത്രം അത്രയും പുരോഗമിച്ച കാലത്താണ് ഈ ഭരണം വന്നിരിക്കുന്നത്. ജനങ്ങളും കുറച്ചേ ഉള്ളൂ. കാരണം എല്ലാം തമ്മിൽ തല്ലി ചത്തല്ലോ. അപ്പം കുറച്ച് ജനേ ഉള്ളൂ. പക്ഷെ എല്ലാ ശാസ്ത്രജ്ഞാനവും ഉണ്ട്, എല്ലാ സൗഭാഗ്യവും ഉണ്ട്. അപ്പം മനുഷ്യൻ്റെ ആയുസ്സും വളരെ കൂടി. ആ സമയത്ത് മരണവും കുറച്ച് കുറവാണ്. അങ്ങനെയുള്ള ആ കാലഘട്ടത്തിൽ 10 മടിയനും ബുദ്ധിശക്തി കുറഞ്ഞവരുമായ മനുഷ്യൻ്റെ ജീവിതകാലം. അപ്പോൾ ആ കാലഘട്ടത്തിൽ എങ്ങനെയാണ്? മടിയന്മാരാണ്. അപ്പം നമ്മളെല്ലാം മടിയന്മാരായി കൊണ്ടുവരികയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പണ്ട് കാലത്തെല്ലാം ഒരു കൃഷി ചെയ്യണമെങ്കിൽ കിളച്ച് എന്തെല്ലാം പാടുപെട്ട് നിലയിൽ ഉഴുത് കിഴുകുന്നു. ഇപ്പം ഇതൊന്നും ആവശ്യമില്ലല്ലോ. നമ്മൾ മടിയന്മാരാണ്. നമുക്ക് കിളക്കാൻ തൂമ്പയെടുക്കാൻ പോലും നമ്മളെ കൊണ്ട് വയ്യ. എല്ലാം മെഷീനാണ് ചെയ്യുന്നത്. പണ്ട് എത്ര നടക്കണം, ഇപ്പം ഒന്നും വേണ്ട. എല്ലാം
കല്ലെല്ലാം ചുമന്ന് മാറ്റേണ്ടി. ഇപ്പം അതിൻ്റെ എല്ലാം ആവശ്യമുണ്ട്. അപ്പം നമ്മൾ മടിയന്മാരായി. അപ്പം ഇപ്പോൾ എവിടെ എത്തിയിരിക്കുന്നത്? കൃഷ്ണൻ വന്നപ്പോൾ മൂന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം അല്ലെങ്കിൽ മഹാഭാരത യുദ്ധത്തിന് ശേഷം സുഭിക്ഷമായ ഒരു ലോകമാണ്. ഒന്നും ചെയ്യാനില്ല. കാരണം ചെയ്യേണ്ടതെങ്കിൽ ലോകം ഏറ്റവും മാക്സിമത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല, പിന്നെ അനുഭവിക്കാനല്ലേ. ഇപ്പം നമ്മളൊരു വീട് വെക്കുമ്പോൾ ഭയങ്കര പാടാണ്. വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്വിച്ച് ടി വിയും കണ്ടിരിക്കാം. അപ്പോൾ ആ ലോകത്തിൽ എന്ത് പറ്റി? സുഭിക്ഷമാണ്, എല്ലായിടത്തും സമൃദ്ധിയാണ്. അപ്പോൾ തിന്നങ്ങ് ഇരുന്നാൽ മതി. അപ്പോൾ അന്നേരത്തെ മനുഷ്യരുടെ പ്രത്യേകത എന്തായിരിക്കും? അതായത് മഹാഭാരത യുദ്ധം കഴിഞ്ഞ് മൂന്നാം ലോകമഹായുദ്ധം കഴിഞ്ഞ് നല്ലൊരു സുന്ദരമായ ലോകത്തും. അപ്പോൾ മനുഷ്യർ എന്ത് ചെയ്താൽ മതി? മടിയന്മാരാണ്. ബുദ്ധിശക്തി അവർക്ക് പഠിക്കുകയും വേണ്ട, ബുദ്ധിശക്തിയും കുറഞ്ഞു വരും. യാദവരുടെ കാര്യമാണ് പറയുന്നത്. ഇത് അവൻ്റെ മനുഷ്യൻ്റെ ജീവിതകാലം രാത്രി ഉറങ്ങിയെന്ന് കൂട്ടും, പകൽ ഒരു പ്രയോജനമില്ല കർമ്മം ചെയ്യാൻ കൊണ്ട് സമയം അപഹരിക്കും. പകലെന്ത് ചെയ്യും? വല്ല മൊബൈലിൽ കുത്തിക്കൊണ്ടോ റിമോട്ടിൽ കുത്തിക്കൊണ്ടോ അങ്ങനെ കാലം കഴിക്കും. വേറെ ജോലിയൊന്നും ചെയ്യാനില്ല. കാരണം ലോകം നമ്മളെ ശ്രദ്ധിച്ചിരിക്കാൻ, ലോകത്തെ പുരോഗമിപ്പിക്കാൻ. പുരോഗമിച്ചിട്ട് മാക്സിമത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യാനുള്ള? ഒന്നും ചെയ്യാനില്ല. വെറുതെ തിന്ന് ഇരിക്കുക, കിടന്നുറങ്ങുക, തിന്നുക, ഇതെല്ലാം തന്നെ പരിപാടി. അപ്പം അങ്ങനെ എത്തിപ്പോയി. അപ്പം സൂതൻ ചോദിക്കുകയാണ്, കുരുജാങ്കല ദേശത്ത് വസിച്ചുകൊണ്ട് ഇങ്ങനെ പരീക്ഷിത്ത് രാജാവ് സ്വസേനയോടുകൂടി കഴിയുന്ന കാലത്ത്, സൂതൻ പറയുകയാണ്, അങ്ങനെ രാജാവ് തൻ്റെ എല്ലാ സേനകളോടും കൂടിയെല്ലാം നല്ല സുഖമായിട്ട് ആ ദേശത്ത് കഴിയുന്ന ഇങ്ങനെയുള്ളൊരു സുഭിക്ഷമായ കാലഘട്ടമാണ്. എല്ലാവരും ഹാപ്പിയാണ് ആ കാലഘട്ടത്തിൽ. പിന്നെ സേനയെല്ലാം ഭയങ്കര സേനയെല്ലാം ഉണ്ട് കാലത്ത്. ആ ദേശത്ത് അപ്പോഴാണ് വന്നു കയറിയ കലിയെ കുറിച്ച് അപ്പോൾ കേട്ടു. അപ്പം അങ്ങനെ അദ്ദേഹം ആ ദേശം വാഴുന്ന കാലത്താണ് കലിയുണ്ട് വന്ന് കയറിയിട്ടെന്ന് കേൾക്കുന്നത്. അപ്പോൾ അത്യധികം ഇഷ്ടമില്ലാത്ത ആ വൃത്താന്തത്തെ കേട്ട് ഉടൻ വില്ലു കയ്യിലെടുത്ത് പുറപ്പെട്ടു. അതിന് മുമ്പ് തന്നെ ധർമ്മപുത്രരുടെ കലി വരുന്നുണ്ട് എന്ന് കേട്ടിട്ടാണ് ഇതെല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഒരൊറ്റ പോകുമായിരുന്നു. ഇനി ഈ കാലത്ത് എനിക്ക് ജീവിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ എല്ലാം കൂടിയിട്ട് പോയി. അപ്പോൾ ഇവരോട് പറഞ്ഞു വരിക, ഇതാ വരുന്നുണ്ട് ഒരു കക്ഷി നിങ്ങൾക്ക് പാരയായിട്ട് കലി വരുന്നുണ്ട് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം അന്ന് മുതൽ ഇവനെപ്പോഴും ഉറക്കത്ത് പോലും കലി വരുന്നുണ്ടോ എന്നുള്ള ചിന്തയായിരിക്കും. കാരണം കലി അടുത്തെത്തിപ്പോയി. അപ്പോൾ കാരണം മനുഷ്യൻ ദൂഷിക്കാൻ പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാം നല്ല ആത്മാർത്ഥമായിട്ട് ജാതി മത ചിന്തയൊന്നും ഇല്ലാതെ സഹോദരന്മാരെ പോലെയെല്ലായിട്ട് എന്തു സേവനത്തിനും ചെയ്യാറ്. കുറച്ചു കാലം കഴിയുമ്പോൾ കൈമലുള്ളപ്പെല്ലാം പുറത്ത് വരും. അതുപോലെ അപ്പോഴാണ് കലി ബാധിക്കുന്നത്. അപ്പോഴാണ് കൃഷ്ണസ്ഥലം വിട്ട് ധർമ്മപുത്രരും എല്ലാം സ്ഥലം വിട്ട് പിന്നെ ഇവനെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അപ്പം ഇവൻ നോയിക്കൊണ്ടിരിക്കുക കലി. അപ്പോൾ ഒരിക്കലും കേൾക്കാൻ ഇഷ്ടപ്പെടാതെ കലി വന്നിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ചാടിപ്പിടിച്ച് വില്ലുമെല്ലാം എടുത്തിട്ട് പുറപ്പെട്ടു. 12 നന്നായി അലങ്കരിച്ച കുതിരകളെ കെട്ടിയ രഥത്തിൽ, നല്ലോണം അലങ്കരിച്ച കുതിരകളെ കെട്ടിയ രഥം എന്ന് പറയുമ്പോൾ നല്ല ശേഷിയുള്ള യന്ത്രങ്ങളുള്ള ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കണം. അന്നെടുത്തുമ്പോൾ കുതിര എന്നെല്ലാം പറയും, രഥം എന്നെല്ലാം പറയും. പക്ഷെ ഇതെന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് നല്ല ഹോഴ്സ് പവറെല്ലാം ഉള്ള വാഹനങ്ങളിൽ കയറിയിട്ടാണ്, പ്ലെയിനിൽ തന്നെയായിരിക്കും എല്ലാ പ്രൊട്ടക്ഷനോടും കൂടി. എന്തെല്ലാം ഉണ്ട്? തേരുണ്ട്, കുതിരയുണ്ട്, ആനയുണ്ട്, കാലാളുണ്ട്. കാലാള് തന്നെ അതിപ്പോൾ ഉണ്ട്. ആന എന്ന് പറയുമ്പോൾ എന്താണ്? നല്ല ശക്തിയുള്ള, വേണമെങ്കിൽ ആനമാരിയുള്ള എന്താ ഏറ്റെടുക്കാം. ഇന്നത്തെ ടാങ്കെല്ലാം ആനയെ ഏറ്റെടുക്കാം. കുതിരേനെ വണ്ടിക്ക് ഭയങ്കര സ്പീഡിൽ പോകുന്ന എന്തായിട്ട് എടുക്കാം? വിമാനവും ഇതെല്ലാം ഏറ്റെടുക്കാം. തേര് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ വാഹനങ്ങൾ എല്ലായിട്ട് എടുക്കാം.
അതെല്ലാം മുതലായ സേനകളോടൊത്ത് എന്ത് ചെയ്തു? നഗരത്തിൽ നിന്നും പുറപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് കലീനെ പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ ഇദ്ദേഹവും ഒരു പരിധിവരെ ദുഷിക്കുന്നതിൽ നിന്നും ജനങ്ങളെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ധർമ്മപുത്ര പോകുമ്പോഴെല്ലാം നല്ല ആൾക്കാരായിരുന്നു. പിന്നെ പരീക്ഷത്തിനാണ് ഏൽപ്പിച്ചു കൊടുത്തത്. അദ്ദേഹം കുറച്ചു കാലമെല്ലാം പിടിച്ചു വെച്ചു. പിന്നെ ജനതയുടെ കയ്യിലാണ്. അതോടുകൂടി പിന്നെ പ്രളയം വന്നു. ഇനി 13 ഭദ്രാശ്വത്തെയും കേതുമാലത്തെയും ഭാരതത്തെയും ഗുരുദേശത്തെയും മുതലായവയെല്ലാം അവിടെയെല്ലാം വിജയിച്ചിട്ട് അവരിൽ നിന്നെല്ലാം കപ്പം വാങ്ങിക്കൊണ്ടാണ് ഇദ്ദേഹം പോയത്. ഇദ്ദേഹം പോകുമ്പോൾ എല്ലാ രാജ്യങ്ങളും അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണയായിട്ട് നിൽക്കുകയാണ്. എല്ലാം ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടാണ് പോകേണ്ടത്. ഒറ്റയൊരു ലോകം. ഇതിൻ്റെ 14, 15, 16. അപ്പോൾ ഇദ്ദേഹം പോകുമ്പം തന്നെ പിന്നെ ആരും അടുത്തൊന്നും വരില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ കക്ഷിൻ്റെ അടുത്തിപ്പോൾ ഉദാഹരണമായിട്ട് ഇന്നത്തെ യുദ്ധം, പുടിനും ട്രംപും തമ്മിൽ യുദ്ധം നടക്കുന്നു എന്ന് ഒരു ഉദാഹരണം പറയുകയാണ്. എങ്ങനെ വെടിക്കെടുത്തോ, തിരിച്ചും വെടിക്കെടുത്തോ. പുടിനും ട്രംപും തമ്മിലുള്ള യുദ്ധം അവസാനം പുടിൻ ജയിച്ചു, ട്രംപിൻ്റെ എല്ലാം പോയി. പിന്നെ ഇപ്പം പുടിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള രാഷ്ട്രങ്ങളെല്ലായിടത്തെല്ലാം പോകുമ്പോൾ എല്ലാവരും പിന്നോട്ട് ആ പക്ഷത്തോട്ടേക്ക് അങ്ങ് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യും. അതുപോലെയുള്ള കാര്യമാണ് ഇവിടെ വിവരിക്കുന്നത് 14, 15, 16. മഹാത്മാക്കളുടെ തറവാട്ടിൽ പിറന്നവനാണ് ആര്? പരീക്ഷിത്ത്. അങ്ങേരാണ് വരുന്നത്. ഭയങ്കര വില്ലാളി വീരന്മാരെല്ലാം ഉള്ളവരാണ്. അശ്വത്ഥാമൻ്റെ തേജസ് പറിച്ചെടുത്ത് കളഞ്ഞിട്ടാണ് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച അശ്വത്ഥാമാവിൻ്റെ തേജസ് എടുത്ത് ദൂരെ കളഞ്ഞ കക്ഷികളുടെ പാരമ്പര്യത്തിൽ വരുന്നവനാണ് ഇവൻ. പിന്നെയോ യാദവ പാണ്ഡവ തമ്മിലുള്ള സ്നേഹത്തെ പറ്റിയും, യാദവരും പാണ്ഡവരും, യാദവരെന്ന് പറഞ്ഞാൽ അവിടെ കൃഷ്ണൻ്റെ വംശം, ഇവിടെ പാണ്ഡവരും ഭയങ്കര ധീരന്മാരായി യുദ്ധം നടത്തി ജയിച്ചവർ. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ഐക്യം ഉണ്ടാകുമ്പോൾ പിന്നെ അതിൻ്റെ സന്തതിയിൽപ്പെട്ടതാണ് ഈ പരീക്ഷിത്. അപ്പം പിന്നെ ഇവനോട് ആരെങ്കിലും ഏറ്റുമുട്ടാൻ നിൽക്കുമോ? പിന്നെയോ കൃഷ്ണഭക്തിയെ എല്ലാം വാഴ്ത്തിക്കൊണ്ട്, അപ്പോൾ അവരെല്ലാം ഈ കൃഷ്ണനെല്ലാം പുകഴ്ത്തിക്കൊണ്ട് മറ്റുള്ള രാജാക്കന്മാരെല്ലാം എന്ത് ചെയ്തു? ഇദ്ദേഹത്തിൻ്റെ പിന്നാലെ കൂടി എല്ലാ രാജാക്കന്മാരും. അപ്പോൾ ഇദ്ദേഹം ഇത് സന്തോഷിച്ചിട്ട് അവർക്കെല്ലാം വേണ്ട വസ്ത്രങ്ങളും മുത്തുമാലകളും സമ്പത്തും എല്ലാം ദാനം ചെയ്തു. കാരണം അവർ കുറച്ച് പാവങ്ങളാണ്. കാരണം ഇവർ വിഷത്തിലല്ലേ, അതുകൊണ്ട് അവർക്കെല്ലാം വേണ്ട സന്തോഷിച്ചിട്ട് അവർക്കും എല്ലാം കൊടുത്തുകൊണ്ട് എല്ലാവരും ഏകോപിപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്. പിന്നെ 17 കൃഷ്ണൻ്റെ വർണ്ണനയും കൂടിയും എല്ലാവരും അവിടെ ഇരുന്ന് കൃഷ്ണനെ എല്ലാം സ്തുതിക്കുകയാണ്. ഇങ്ങനെ കൃഷ്ണൻ്റെ ആളല്ലേ എന്ന് പറഞ്ഞ് കൃഷ്ണനെ സ്തുതിക്കുകയാണ്. തേരാളിയായിട്ട് വന്നിട്ടുണ്ട്. കാരണം കൃഷ്ണൻ യഥാർത്ഥത്തിൽ ആ ബ്രഹ്മമാണ് തേരാളിമാതിരി ഇവിടെ വന്നിട്ട് യുദ്ധത്തെ നയിച്ചത്. ദൂത് പോയിട്ടുണ്ട്. കുറച്ച് സ്ഥലം പാണ്ഡവർക്ക് കൊടുത്തതെന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ ഒരു സൂര്യയുദ്ധം കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ദൂതനായിട്ട് വരില്ല. സാധാരണ ദൂതന്മാർ ആരായി വെക്കുക? അങ്ങനത്തെ ആൾക്കാരെയാണ് വെക്കുക. അത് ആരായി വന്നിരിക്കുന്നത്? അപ്പം കൃഷ്ണനെ അങ്ങനെ പുകഴ്ത്തിയാണ് ഈ രൂപത്തിലെല്ലാം കയറി വന്ന കക്ഷിയാണ്. ആ ബ്രഹ്മമാണ് ഇതിൻ്റെ പിന്നിലെല്ലാം കളിക്കുന്നത്. ആ ബ്രഹ്മം വിട്ടവൻ തന്നെയാണ് ഈ പരീക്ഷിത്ത്. അതുകൊണ്ട് നമ്മളില്ലേ ആ വഴിക്ക് അത് സ്തുതിക്കുകയാണ്. സദസ്സിലെല്ലാം അധ്യക്ഷനായിരുന്ന കൃഷ്ണന്റെ ചങ്ങാതിയാണിത്. ആയുധങ്ങളുമായി രാത്രികാലത്തിൽ കാവലിരുന്നിട്ടുണ്ട്. ആര്? കൃഷ്ണൻ. ചങ്ങാതിമാരും എല്ലായിട്ടെല്ലാണല്ലോ ഇവരുമായിട്ട് നടന്നിരുന്നത്. അതേസമയം രാത്രിയും പകലും എപ്പോഴും ശ്രദ്ധയുണ്ട് ഇവർക്ക് എന്തൊക്കെ ആപത്ത് വരുമോ എന്ന് നോക്കിക്കൊണ്ട്. അതുകൊണ്ട് രാത്രികാലങ്ങളിൽ പോലും കാവലിരുന്നുകൊണ്ട് ആ കൃഷ്ണൻ, അങ്ങനെയുള്ള കൃഷ്ണന്റെ പിന്തുണയുള്ള കക്ഷികളാണ്, ഈ പിൻബലമുള്ളവരാണ് ഈ പരീക്ഷിത്ത്. അതെല്ലാം കേട്ടുകൊണ്ട് ഇത് അവരുടെ പുകഴ്ത്തലെല്ലാം ഇങ്ങനെയുള്ള കൃഷ്ണനെ പറ്റിയുള്ള വർണ്ണനകളെല്ലാം കേട്ടുകൊണ്ട് രാജാവ്
ഭഗവാനിൽ ഭക്തി അർപ്പിച്ച് കഴിയുന്ന കാലത്താണ് ആര് വരുന്നത്? കലിയെ പറ്റിയുള്ള വിവരം കേൾക്കുന്നത്. അത് 18 പറയാണ്. അങ്ങനെ കഴിയുമ്പോൾ ദൂരത്ത് അശുഭകരമായ ഒരു വാർത്ത കേട്ടു. അപ്പോഴാണ് എന്തോ ഒരു അശുഭകരമായ ഒരു വാർത്ത അദ്ദേഹം കേട്ടത്. ആ വാർത്തയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഇന്ന് 19 കേട്ട വാർത്ത. ഒരു കാലുകൊണ്ട് സഞ്ചരിക്കുന്ന ധർമ്മദേവന് ഒരു കാലേ ഉള്ളൂ. കുട്ടി കളഞ്ഞ പശുവിനെ പോലെ, ഒരു പശുവിൻ്റെ കുട്ടി നഷ്ടപ്പെട്ടു പോയാൽ അവസ്ഥ മാതിരിയാണ്. കണ്ണുനീർ വാർക്കുന്ന മുഖത്തോടുകൂടി ശോഭയില്ലാതെ ഗോരൂപത്തിൽ വന്ന ഭൂമിദേവിയെ കണ്ടിട്ട് ചോദിച്ചു. അപ്പോൾ ഭൂമിദേവി ഒരു ഗോവിൻ്റെ പശുവിൻ്റെ രൂപത്തിൽ വന്നിട്ടിരിക്കുകയാണ്. മുഖേലൻ ഒരുമാതിരി ഉണ്ട്. കുട്ടി കളഞ്ഞാൽ അമ്മമാർക്കെല്ലാം വിഷമെല്ലാം ഉണ്ടല്ലോ, അതുപോലെയുള്ള അവസ്ഥയിലാണ് ഇവനുള്ളത്, ഈ ഭൂമിദേവി ഉള്ളത്. ആകെ സങ്കടം പിടിച്ചിട്ട് വന്നിരിക്കുകയാണ്. അപ്പോഴാണ് ധർമ്മദേവൻ ചോദിച്ചത്. 20 ധർമ്മദേവൻ ചോദിക്കുകയാണ് ഭൂമിയോട്, അല്ലയോ കല്യാണി, ഭഗവതിയുടെ ദേഹത്തിന് വല്ല അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും രോഗം പിടിച്ചിട്ടുണ്ട്? നമ്മൾ എന്തെങ്കിലും വല്ല രോഗം പിടിച്ചിട്ടുണ്ടോ? ഇതിങ്ങനെ ക്ഷീണിച്ച് കിടക്കുന്നത്, ഭൂമിയാകെ സൃഷ്ടിച്ചിരിക്കുകയാണ്. എങ്കിലും മനസ്സിന് എന്തോ ഒരു പ്രയാസമുള്ള മാതിരി തോന്നുന്നു. ആകെ വാടിയ മുഖത്തോടു കൂടിയാണല്ലോ ഇരിക്കുന്നത്. എന്തെങ്കിലും രോഗമുണ്ടോ? അല്ല, ഏതെങ്കിലും വല്ല അകലെയുള്ള ബന്ധുവിനെ കുറിച്ച് ദുഃഖിക്കുകയാണ്. എന്തോ ഒരു വിഷമമുണ്ട്. ഇതെല്ലാം കഥാപാത്രമാണ്. എല്ലാവരും ഭൂമിയോട് ഇങ്ങനെയെല്ലാം ചോദിക്കേണ്ട, അവയത്തെ വേറെ ദുഃഖിക്കാൻ. എന്നിട്ട് 21 കാലില്ലാത്ത എന്നെക്കുറിച്ച് ആലോചിച്ചിട്ടാണോ? കാരണം ഞാൻ ധർമ്മദേവനായ ഞാനിപ്പം കാലില്ലാതെ അഴിച്ച് നിൽക്കുകയില്ല, ഒറ്റക്കാലിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് എന്നെക്കുറിച്ച് ഓർത്തിട്ട് വല്ല ദുഃഖം, എന്നെ കണ്ടുകൊണ്ടുള്ള സങ്കടം കൊണ്ടാണ്. എല്ലാം അധർമ്മികളായ രാജാക്കന്മാരാൽ അനുഭവപ്പെട്ടാൽ പോകുന്ന ദുഃഖത്തെക്കുറിച്ചാണോ? കാരണം അധർമ്മികളായ രാജാക്കന്മാരെല്ലാം അധർമ്മികളാണ് പോകുകയാണ്. അതിന് ഓർത്ത് അതുകൊണ്ടുള്ള കഷ്ടപ്പാട് ഭൂമിക്കാണല്ലോ ഇരിക്കും. അതിനെപ്പറ്റി വല്ലതും ചിന്തിച്ചിട്ടാണോ? അപഹരിക്കപ്പെട്ട ഭാഗത്തോടു കൂടിയ ദേവതകളെ കുറിച്ചാണോ? അപഹരിക്കപ്പെട്ട ഹവിർദാവ് ഭാഗത്തോട് ദേവതകൾക്കാണ് നമ്മൾ ഹവിസ്സെല്ലാം അർപ്പിക്കുന്നത്. നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോൾ, ഒരു കർമ്മം ചെയ്യുമ്പോൾ ദേവതകൾക്കാണ് കൊടുക്കുന്നത്. ഉദാഹരണമായിട്ട് നമ്മളൊരു ചോറ് വെക്കണ്ടിട്ട് നമ്മൾ അരിയും വെള്ളമെല്ലാം അഗ്നിക്ക് കൊടുക്കും. അഗ്നി ദേവതയാണ്. അപ്പം കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ അഗ്നിക്കാണ് കൊടുക്കുന്നത്. അഗ്നി നമുക്ക് ചോറ് തരും. നമ്മൾ വിത്ത് ഭൂമിക്ക് കൊടുക്കും. ഭൂമി ദേവതയാണ്. ഭൂമി നമുക്ക് നെല്ല് തരും, അല്ലെങ്കിൽ വെണ്ടക്ക തരും. ഒരു കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ ഇൻപുട്ട് അങ്ങോട്ടാണ് കൊടുക്കുന്നത്. സിസ്റ്റമാണ് തിരിച്ച് നമുക്ക് പ്രൊഡക്റ്റ് തരുന്നത്. അപ്പം ഇവിടെ അപ്പം കൊടുക്കുന്നത് ദേവതകൾക്കാണ്. അതിനാണ് ദേവതകൾ എന്ന് പറയുന്നത്. ഇപ്പം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദേവതകൾ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിട്ട് അർത്ഥം? ആരും മനുഷ്യൻ ജോലിയൊന്നും ചെയ്യുന്നില്ല. കാരണം കൃഷ്ണന്റെ ഫലം വന്നപ്പോൾ നമ്മൾ കണ്ടില്ല, കൃഷ്ണന്റെ രാജ്യത്തിലെ എല്ലാം സുഭിക്ഷമാണ്. വരാന്തയിലും എല്ലാം എല്ലാ വിഭവങ്ങളും സുഭിക്ഷായിരിക്കുകയാണ്. പിന്നെ മനുഷ്യനെ അധ്വാനിക്കുന്നത് എന്തിനാണ്? എല്ലാം തിന്നുകൊണ്ടിരിക്കും. നമ്മുടെ വീട്ടിൽ എല്ലാ സൗഭാഗ്യം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ജോലിയൊന്നും ചെയ്യില്ല, അങ്ങോട്ടൊന്നും കൊടുക്കില്ല. കിട്ടുന്ന മാവിന് വളമൊന്നുമില്ല. കാരണം ഇഷ്ടംമാതിരി മാങ്ങയുണ്ട്. ഇനി വളമിട്ടിട്ട് കൂടുതൽ മാങ്ങ ഉണ്ടായിട്ട് നമുക്ക് ഇതിനു വേണ്ടി തിന്നാൻ ഉള്ളതിനെ തിന്നാൻ പറ്റുന്നില്ല. അപ്പോൾ ഒന്നും ചെയ്യില്ല. പിന്നെ കിട്ടുന്ന മാങ്ങനെ പറക്കി നിൽക്കും. ഒന്നും അങ്ങോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഒന്നും ദേവതകൾക്ക് കൊടുക്കുന്നില്ല, മാവിന് കൊടുക്കുന്നില്ല, ഭൂമിക്ക് കൃഷി ചെയ്യുന്നില്ല, ഒന്നുമില്ല, അങ്ങോട്ട് കൊടുക്കുന്നില്ല. എന്തെങ്കിലും ഉണ്ടാകുന്ന തന്നെ ധാരാളം. അപ്പം മനുഷ്യരങ്ങനെയായിപ്പോയി. അത് ഉദ്ദേശിച്ചിട്ടാണ്. ഭൂമിയിലൊന്നും ചെയ്യുന്നില്ല, ആരും അധ്വാനിക്കുന്നില്ല.
കാരണം ഉള്ളത് തന്നെ ധാരാളം. കുറച്ച് ആളേ ഉള്ളൂ. യുദ്ധം കഴിഞ്ഞപ്പോൾ എല്ലാം നശിച്ചിട്ടുണ്ട്. കുറച്ച് പേരെ ഉള്ളൂ. പിന്നെ സുഭിക്ഷു, ആരും ചൂഷണവുമില്ല, ഇഷ്ടംമാതിരി തിന്നാൻ കിടക്കുക. അപ്പം അതാലോചിച്ചിട്ടാണ്, ആർക്കും ജോലി ചെയ്യാത്തതിനെ ആലോചിച്ചാണ്. പിന്നെയോ ഇന്ദ്രൻ മഴ പെയ്യിക്കാതിനെ പറ്റി ആലോചിച്ചാണ്. ഇന്ദ്രനും അങ്ങനത്തെ ദേശം വരുമ്പോൾ പിന്നെ ഇന്ദ്രനും മഴ പെയ്യിപ്പിക്കും. ഇന്ദ്രനും മടിയേരായിത്തീരും, മഴയും പെയ്യിപ്പിക്കുന്നില്ല. ഇനി 22. ഭർത്താക്കന്മാർ രക്ഷിക്കാത്ത ഭാര്യമാരെ ചെന്ന് ഭാര്യയും ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ പറ്റി ഒന്നും ഒരു ചിന്തയൊന്നും. പിന്നെ മനുഷ്യരെ പിടിക്കുന്ന തരത്തിലുള്ള മാതാപിതാക്കള് കൊണ്ട് കഷ്ടപ്പെടുന്ന കുട്ടികളെ ഓർത്തിട്ടാണ്. കുട്ടികളെ പറ്റിയൊന്നും ഒരു ചിന്തയില്ല. മാതാപിതാക്കളെല്ലാം മനുഷ്യരെ പിടിക്കുന്ന മാതിരിയുള്ള സ്വഭാവമാണ്. കുട്ടികളെല്ലാം ഒരു നികൃഷ്ടമായ അവരുടെ കാര്യം ആലോചിച്ചിട്ടാണ്. ഇതെല്ലാം കണ്ടു സഹിക്കേണ്ട ഭൂമിയല്ലേ. ബ്രാഹ്മണകുലത്തിൽ അകപ്പെട്ട നികൃഷ്ട ബ്രാഹ്മണകുലത്തിൽ അകപ്പെട്ട ബ്രാഹ്മണകുലത്തിൽ അകപ്പെട്ട വേദസ്വരൂപിയായ സരസ്വതിയെ കുറിച്ചും നികൃഷ്ട ബ്രാഹ്മണകുലത്തിലും ബ്രാഹ്മണന്മാർ എന്ന് പറയുന്ന അതായത് വേദങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നവരുടെ ആ വേദത്തിൻ്റെ സരസ്വതി ജ്ഞാനം, വേദത്തിലെ സരസ്വതി അല്ലെങ്കിൽ വേദത്തിലെ ജ്ഞാനം നികൃഷ്ടമായ ബ്രാഹ്മണരുടെ കൈമലാണുള്ളത്. വേദത്തെല്ലാം ദുർവ്യാഖ്യാനിച്ച് അവർക്ക് തോന്നുന്ന സൗകര്യത്തിന് എന്ത് ചെയ്യും? സമാപ്തി ഉണ്ടാവുമല്ലോ, മരിക്കുന്ന. വേദത്തെ പറഞ്ഞതാണോ നടപ്പാക്കുന്നത്? വേദത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരത്തിന് പിന്നെ പ്രാധാന്യമൊന്നുമില്ല. ശരീരത്തെ കളയലാണ് വേദം പറയുന്നത്. എല്ലാം ഉപേക്ഷിച്ചിട്ട് പോകണം, കുടുംബത്തെ എല്ലാം ഉപേക്ഷിച്ചിട്ട് പോകണം, കാണുന്നതിലെല്ലാം ബ്രഹ്മത്തെ കാണണം. ഇതാണ് വേദം പറയുന്നത്. എന്നിട്ട് നമ്മളിപ്പോൾ സമാധിനെ പറ്റിയെല്ലാം കുറച്ച് കണ്ടല്ലോ. കുടുംബക്കാർ മാത്രം ചേർന്ന് അന്യന്മാരെയൊന്നും വിളിക്കാൻ പറ്റില്ല. കാരണം എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കാനാണ് വേദം പറയുന്നത്. സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മത്തിൽ പോയിലേക്ക് ഈ ശരീരം എടുത്ത് കളയലാണ്. ഇപ്പം ഈ ശരീരത്തിന് അതിന് പോകുമ്പോൾ തന്നെ പറയാം, എൻ്റെ ശരീരം ഇങ്ങനെയെല്ലാം ചെയ്തു വെക്കണം. ആലോചിച്ച് നോക്കിയേ. അതായത് സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഈ ബ്രാഹ്മണരെന്ന് പറഞ്ഞാൽ വേദങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത്, ശരിയായ അർത്ഥത്തിൽ കൈകാര്യം ചെയ്യേണ്ടവർ അല്ലെങ്കിൽ എന്താകും? സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് അവർക്ക് തോന്നുന്ന മാതിരി ആവുമ്പോൾ ഈ വേദത്തിലുള്ള സരസ്വതിയുടെ അവസ്ഥ ആലോചിച്ചിട്ട് ദുഃഖിക്കുകയാണ്. അല്ലെങ്കിൽ ബ്രാഹ്മണഭക്തി ഇല്ലാത്ത രാജകുടുംബത്തിൽ കഴിയേണ്ടി വരുന്ന ബ്രാഹ്മണരെ കുറിച്ച് ആലോചിച്ചിട്ടാണ്. ബ്രാഹ്മണര ഭക്തിയില്ലാത്ത രാജകുടുംബത്തിൽ കഴിയേണ്ടവർ. അപ്പോൾ ഒരു രാജാവ് എന്ന് പറയുന്നത് ക്ഷത്രിയനാണ്. അവർക്ക് ബുദ്ധിയൊന്നും അത്രയില്ല. അവർക്ക് രാജ്യത്തെ നയിക്കാൻ അറിയാം. രാജാക്കന്മാരൊന്നും അല്ല ഒന്നും ചെയ്യില്ല. ഇപ്പോൾ രാഷ്ട്രീയക്കാരാണ് ഭരണത്തിൻ്റെ താല്പര്യത്തിൽ ഇരിക്കുക. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ചെയ്യേണ്ടെങ്കിൽ സയൻസ് എല്ലാം അറിയുന്ന ആൾക്കാരെ ചുറ്റും വേണം. ഇപ്പോൾ അക്കൗണ്ടൻസി ബഡ്ജറ്റ് എല്ലാം ഉണ്ടാക്കുക രാഷ്ട്രീയക്കാരവിടെ പോയിട്ട് ബഡ്ജറ്റ് ധനമന്ത്രിയായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അതിൽ ഉണ്ടാക്കി കൊടുക്കുന്ന കീഴിലുള്ള ബുദ്ധിമാന്മാരാണ്. അപ്പോൾ അവർ പറയുന്ന അനുസരിച്ച് വേണം എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ. പക്ഷേ നമ്മൾ ധൃതരാഷ്ട്രയുടെ കാര്യത്തിൽ ആലോചിച്ച് നോക്കൂ. അവിടെ ബുദ്ധിമാന്മാരുണ്ട്, പിടിച്ചിരുത്തിയിട്ടുണ്ട്, ഭീഷ്മരെയും ദ്രോണാചാര്യരെല്ലാം. പക്ഷെ അവർ പറയുന്ന വരിയാണോ ചെയ്യുക? നീ അങ്ങനെയൊന്നും വേണ്ട, നമ്മൾ പറയുന്ന വരി ചെയ്യാതെ മതി എന്ന് പിന്നെന്ന് ശകുനിയും ദുര്യോധനാദികളെല്ലാം പറഞ്ഞു കൊടുക്കും. ഇവന് ഭീഷ്മർക്കൽ എന്ത് ചെയ്യാനേ ഉള്ളൂ? അതിന് യെസ് യെസ് എന്ന് പറയലേ ധർമ്മമുള്ളൂ. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. ശരിയായ നീതി അനുസരിച്ച് ബ്രാഹ്മണര് ബുദ്ധിമാന്മാര് രാജാവിന് ഉപദേശിക്കണം, രാജാവ് അത് ഫോളോ ചെയ്യണം. അപ്പോഴേ രാജ്യം നന്നാവും. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ആ കാലമെല്ലാം പോയി. ഇപ്പം ബ്രാഹ്മണരാടെ പിടിച്ചിരുത്തും. നമ്മൾ പറയുന്നവരെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതങ്ങ് ചെയ്ത പോലീസിന്റെ തലപ്പത്ത് ഒരാളെ പിടിച്ചിരുത്തും.
അയാൾക്ക് നീതി നിയമമെല്ലാം അറിയുന്നതായിരിക്കും. അത് ആ നീതി നിയമമൊന്നും നീ നോക്കേണ്ട ആവശ്യമില്ല, ഞാൻ പറയുന്ന മാതിരി അവിടെ ചെയ്താൽ മതി. ഇതാണ് അവസ്ഥ. അതാണ് ഇവിടെ പറഞ്ഞത്, ബ്രാഹ്മണ ഭക്തിയില്ലാത്ത രാജകുടുംബത്തിൽ കഴിയേണ്ടി വരുന്ന ബ്രാഹ്മണരെ കുറിച്ച് ഓർത്താണ്. ഇനി 23 കലിയാൽ ബാധിതരായ ക്ഷത്രിയാധമന്മാരെ കുറിച്ച് ഓർത്താണ്. കലി വരാൻ പോവില്ല. കലി വന്നു കഴിഞ്ഞാൽ പിന്നെ ക്ഷത്രിയരുടെ ധർമ്മം എന്താണ്? രാജ്യത്തെ ധീരമായി മുന്നോട്ടേക്ക് നയിക്കുക. അവർക്ക് കലി വായിച്ചു കഴിഞ്ഞാൽ സ്വാർത്ഥമതികളാവും. പിന്നെ അവർക്ക് രാജ്യം നന്നാക്കുന്ന കാര്യമൊന്നുമല്ല താല്പര്യം. സ്വാർത്ഥമതികളായി വേണ്ട അവരെ കഴിവ് മുഴുവൻ വേറെ വല്ലവൻ്റെ പേരെടുത്ത് സ്വന്തം ആൾക്കാരുടെ പേരെടുക്കാണ് പ്രയോഗിക്കുക. പിന്നെ അവരാൽ അധോഗതി പ്രായമില്ലാക്കപ്പെട്ട രാജ്യത്തെ കുറിച്ച് ഓർത്താണ്. അങ്ങനെയുള്ളവർ ഭരണത്തിൽ വരുമ്പോൾ എന്താവും? പിന്നെ രാജ്യത്തിൻ്റെ കാര്യം പോക്ക. ഈ രാജ്യം തന്നെയാണല്ലോ ഭൂമി. അതാലോചിച്ചിട്ടാണ് അത് ഇങ്ങനെ വിഷമപ്പെടുന്നത്. കുടിയും ഉടുപ്പും ഇണചേരലുമായി കഴിയുന്ന മനുഷ്യരാശിയെ കുറിച്ചാണ്. പിന്നെ എല്ലാം സുഭിക്ഷമെത്തി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ്റെ കുഴപ്പം എന്താണ്? കുടിക്കുക, കുളിച്ച് വസ്ത്രമെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ നടക്കുക. പിന്നെ എന്ത്? ഇണചേരുക. ഇതിൽ കൂടുതൽ വേറെ ജോലിയൊന്നുമില്ല, വേറെ ഒന്നും ചെയ്യാനില്ല. അത്രയും സുഭിക്ഷതയാണ്. ഇപ്പം നല്ല പൈസ ക്യാഷ് ഒരു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? പിന്നെ അവന് ഒരു ജോലിയും ചെയ്യില്ല. ആ പണം എടുത്ത് അങ്ങനെ തിന്ന് കുടിച്ച് നടക്കും, സുഭിച്ചിട്ടില്ല, ഇണചേരൽ കഴിച്ച് നടക്കും. ഇപ്പം ലോകം എന്താകുകയാണ്? കൃഷ്ണൻ്റെ ഭരണത്തിൽ കൃഷ്ണൻ ധർമ്മപുത്രരുടെ 3-ാം ലോകമഹായുദ്ധത്തിന് ശേഷം ഒരു സുന്ദരമായ ലോകം ഉണ്ടായപ്പോൾ എല്ലാ സുഭിക്ഷതി എത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തുല്യം, ആർക്കൊന്നും വയ്യ, ഒന്ന് പിടിച്ച് നടക്കുക. അത് തന്നെ. അത് ആലോചിച്ചിട്ടാണോ? 24 അല്ലെങ്കിൽ അവസാനം പറയാണ്, ഭവതിയുടെ ഭാരം ഇറക്കാൻ അവതരിച്ച ഇപ്പോൾ മറഞ്ഞിരിക്കുന്നവനെ ഓർത്താണോ? അപ്പം ഭൂമിയുടെ ഭാരം ഇറക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണൻ വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? മഹാഭാരത യുദ്ധം വലിയ 3-ാം ലോകമഹായുദ്ധം നടത്തിയിട്ടുണ്ട്. അതിലൂടെ ഭാരയെല്ലാം കുറച്ച് തന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ പോയി, അത് ഓർത്തിട്ടാണോ? അവിടെയാണ് ചോദ്യം. അപ്പം ആ കാലഘട്ടത്തിൽ ഇനി 28 ഈ ദുഃഖ കാരണം എനിക്ക് വിവരിച്ചു തരിക. ഭവതി വല്ലാതെ കൃഷയായിരിക്കുന്നു. കരുത്തുള്ളവരിൽ കരുത്തനായ കാലത്തിൽ ഭവതിയുടെ സൗഭാഗ്യം എല്ലാം അപഹരിക്കപ്പെട്ടു. അപ്പം ഇനിയിപ്പം കരുത്തലിൽ കരുത്തനായ ആര് വരാൻ പോവുകയാണ്? കലി വരാൻ പോവുകയാണ്. അതുകൊണ്ട് ഭവതിക്ക് തന്നെ ആകെ അന്തപ്പെട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്നൊന്ന് വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കാം. അപ്പം 26 മുതൽ 31 വരെ ഭൂമിദേവി പറയുകയാണ്, അങ്ങ് ചോദിക്കുന്നതിനെല്ലാം ഉത്തരം അങ്ങനെ തന്നെ അറിയാം. അങ്ങക്ക് തന്നെ അറിയാം ഈ ചോദിച്ച ചോദ്യത്തിനെല്ലാം ഉത്തരം. കാരണം ഈ ചോദിച്ച ചോദ്യമെല്ലാം ആ കാലഘട്ടത്തിൻ്റെ എന്താണ് ദുഃഖം, അതിൻ്റെ കാരണം തന്നെയാണ്. യാതൊരുവൻ നിമിത്തമായിട്ടാണോ ലോകത്തിന് സൗഖ്യം നൽകുന്ന 4 പാദവുമായി അങ്ങ് വർത്തിച്ചിരുന്നത്? അപ്പം അങ്ങ് യാതൊരുവൻ മൂലമാണോ 4 പാദവുമായിട്ട് വർത്തിച്ചിരുന്നത്? എപ്പോഴാണത്? ഇപ്പം 4 യുഗങ്ങളിലെ കാര്യമല്ല. ഈ കൃഷ്ണൻ 3-ാം ലോകമഹായുദ്ധത്തിന് അതിന് മുമ്പിൽ തന്നെ ദ്വാരകയിൽ അങ്ങനെ ഒരു സുന്ദരമായ ലോകം വസുദേവ കുടുംബം ഉണ്ടാക്കിയിട്ടുണ്ട്. 3-ാം ലോകമഹായുദ്ധത്തിന് ശേഷം അല്ലെങ്കിൽ മഹാഭാരത യുദ്ധത്തിന് ശേഷം ഈ പാണ്ഡവരിലൂടെ ഹസ്തിനപുരത്തിൽ നല്ലൊരു രാജ്യം ഉണ്ടാക്കി. അപ്പോൾ ഇങ്ങേർക്ക് 4 കാലം ഉണ്ടായിരുന്നു. അപ്പം മറ്റുള്ള യുഗങ്ങളിലുള്ള ഈ വ്യത്യാസമല്ല പറയുന്നത്, ഈ കൃഷ്ണനുമായി ബന്ധപ്പെട്ട പറയാൻ പറഞ്ഞല്ലോ. അപ്പം ഈ കൃഷ്ണൻ്റെ കാലഘട്ടത്തിൽ ഈ 4 കാലം ഉണ്ടായിരുന്നു. അപ്പം അങ്ങ് ആരുടെ കാലത്താണോ ഈ 4 കാലമായിട്ട് സുഖമായിട്ട് നടന്നിരുന്നത്, 4 കാലം എന്താണെന്നുള്ള അടുത്തേക്ക് പറയും. അതായത് ധർമ്മത്തിനനുസരിച്ച് ജീവിച്ചത് ചുരുക്കിയിട്ട് പറയാം. യാതൊരുവനിൽ യഥാർത്ഥ ഭാഷണം
അതായത് കള്ളമൊന്നുമില്ലാതെ സത്യം മാത്രം പറയുന്ന ആ കാലഘട്ടത്തിൽ സത്യമേ പറയുള്ളൂ. എല്ലാവരും വെറുതെ ആളെ പറഞ്ഞ് പറ്റിക്കുന്ന പരിപാടിയൊന്നുമില്ല. അത് നമ്മൾ ഈ കാലഘട്ടത്തിലാണ്. ഇലക്ഷൻ്റെ സമയം പല വാഗ്ദാനങ്ങളും നൽകും. പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് ആ വഴിക്കേ വരില്ല. പിന്നെ അടുത്ത ഇലക്ഷനാണ്. പക്ഷെ ഇതല്ല, ഇത് നടപ്പാക്കുന്നതേ പറയും. പരിശുദ്ധിയാണ്, പരദുഃഖ സഹിച്ചുകൂടായ്മ. വല്ലവർക്കും ദുഃഖമുണ്ടെങ്കിൽ അപ്പം കയറി ഇടപെട്ടിട്ട് പരിഹരിച്ചിരിക്കും ആ ഭരണത്തിൽ. മനസ്സടക്കം, യാചകന്മാർക്ക് കൈയച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ അത് സാധിപ്പിച്ചു കൊടുക്കും. നമുക്കിന്ന് കൈക്കൂലി കൊടുക്കണം, അല്ലേ മന്ത്രിമാരെ പിടിക്കണം, കാര്യം നടക്കണം. ആത്മസംതൃപ്തി, നിഷ്കപടത, മനോനിശ്ചലത, ഇന്ദ്രിയ നിഗ്രഹം, ഇതൊന്നും പറയുന്നില്ല. എല്ലാ ഗുണങ്ങളും എടുത്തു പറയുകയാണ്. സ്വധർമ്മനിഷ്ഠ, മിത്രമില്ലാതിരിക്കൽ. ശത്രുവില്ല, മിത്രമില്ല, എല്ലാവരെയും ഒരേപോലെ കാണുക. അവൻ ശത്രുവാണ്, ഇവൻ മിത്ര, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. എല്ലാവരും മനുഷ്യർ തുല്യരാകുക. സഹനശീലം, നേട്ടത്തിലും മതിപ്പ് തോന്നാതെ. ആർക്കും എന്തൊക്കെ നേടിയാൽ അതിനവന് മതിപ്പൊന്നുമില്ല. അത് കിട്ടിയാണ് ശരി. ശാസ്ത്ര വിചാരം, ആധ്യാത്മബോധം, അതായത് ജ്ഞാനെല്ലാം തികഞ്ഞവരാണ് ആ കാലഘട്ടത്തിൽ. വൈരാഗ്യം വന്നവരാണ്, ഒന്നിനോട് ആർത്തിയൊന്നും ഇല്ലാത്തവരാണ്. പണം ഉണ്ടാക്കണം, ആ ചിന്തയൊന്നും ആ സമയത്തില്ല. അങ്ങനത്തെ ഒരു ലോകമാണ് വരാൻ പോകുന്നത്. ഇന്ദ്രിയത്തെ എല്ലാം നിയന്ത്രിച്ചവര് യുദ്ധത്തിൽ കരുത്ത് കാണിക്കുക. എന്തെങ്കിലും എതിർപ്പുകളുണ്ടെങ്കിൽ ധൈര്യസമേതം പോയിട്ട് അധർമ്മങ്ങളെയെല്ലാം ഇല്ലാതാക്കും. സാമർഥ്യം, കർത്തവ്യചിന്ത, കർമ്മനൈപുണ്യം, സൗന്ദര്യം. ലോകം അത്രയും സുന്ദരമായിരിക്കും ആ കാലഘട്ടത്തിൽ. വ്യാകുലതയൊന്നും, ആർക്കൊരു വ്യാകുലതയില്ല. മാനസിക കഠിനമില്ലായ്മ, അവൻ്റെ ഹൃദയം കഠിനമാകുന്നൊന്നുമില്ല, എല്ലാം ശാന്തമാണ്. വിനയം, സൽസ്വഭാവം, അചഞ്ചലത, അഹങ്കാരമില്ലായ്മ മുതലായ മഹാഗുണങ്ങൾ എങ്ങും നിലനിന്നുകൊണ്ട് ഒരു നാളും ക്ഷയമേൽക്കാതെ ഇരിക്കുന്നു. അങ്ങനെയുള്ള ആ കാലഘട്ടം ശ്രീനിവാസനോട് വേർപിരിഞ്ഞതും, അങ്ങനെയുള്ള ആ കാലഘട്ടത്തോട് വേർപിരിഞ്ഞതും ഇപ്പോൾ പാവനായ കലിയാൽ ദൃഷ്ടി പതിപ്പിക്കപ്പെട്ടതുമായ ലോകത്തെക്കുറിച്ച് ഞാൻ അനുദപിക്കുന്നു. അതാണ് എൻ്റെ ദുഃഖകാരണം. അത് ലോകമാണ്, ഏതോ ഒരു ദേശമല്ല, ലോകം മുഴുവൻ ഒന്നാകുന്നു. ഇത്രകാലം ഇത്രയെല്ലാം സൗഭാഗ്യമുള്ള കൃഷ്ണൻ ഉണ്ടായിരുന്ന കാലം കഴിഞ്ഞ് കൃഷ്ണൻ പോയപ്പോൾ, കലി വരുമ്പോൾ ഞാനത് വ്യാകുലത പെടുന്നു. അതാണ് എൻ്റെ ദുഃഖത്തിന് കാരണം. അപ്പോൾ ഈ നാല് കാലം ഏതാണെന്ന് അടുത്തേക്ക് പറയും. അതായത് എല്ലാം ധർമ്മത്തിനനുസരിച്ച് ഉള്ള ഒരു കാലഘട്ടം ഏതിലായിരുന്നു ഉണ്ടായിരുന്നത്? കൃഷ്ണൻ്റെ കാലഘട്ടം. അപ്പോൾ അങ്ങനെ ഒരു സുന്ദരമായ ലോകമാണ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ബ്രഹ്മം പ്ലാൻ ചെയ്തിരിക്കുന്നത്. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. അങ്ങനെ മൂന്നാം മഹാഭാരത യുദ്ധത്തിന് ശേഷം, മൂന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ഒരു സുന്ദരമായ ലോകമുണ്ടാകും. കുറച്ചു കാലമേ നിലനിൽക്കും. കാരണം ഒരു യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ലോകത്തെ ഒന്നാക്കിയിട്ട് രക്ഷിക്കാനുള്ള ഒരൊറ്റ ചിന്തയായിട്ട് നിൽക്കും. അത് ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. പ്രളയം കഴിയുമ്പോഴുള്ള മനുഷ്യൻ്റെ അവസ്ഥ, എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ. അപ്പം ലോകം ഒന്നായി തീരും. പക്ഷേ കുറച്ച് കാലമേ അത് നിലനിൽക്കൂ. അത് കഴിയുമ്പോഴാണ് പരീക്ഷിത്തും പിന്നെ ജനമേജയും. അപ്പോഴേ ആവുമ്പൊക്കെ എല്ലാം അടിച്ചു പിരിഞ്ഞ്. അതിനു മുമ്പേ കൃഷ്ണൻ്റെ സ്ഥലത്തുള്ളവരെല്ലാം അവിടെ പണ്ടേ കൃഷ്ണൻ സ്ഥാപിച്ചല്ലോ. അത് കുറേ കാലം കഴിയുമ്പോൾ കൃഷ്ണൻ്റെ സ്ഥലത്തുള്ള ആൾക്കാരും പോയി. അതുകൊണ്ടല്ലേ കൃഷ്ണൻ വിട്ടെറിഞ്ഞ് പോയത്. അപ്പം മനുഷ്യരിങ്ങനെയാവും. അപ്പോൾ ആ കാലഘട്ടം വരാൻ പോകുന്നത് കൊണ്ടാണ് ഭൂമി എന്ത് ചെയ്യുന്നത്? വിഷമിക്കുന്നത്. ഇനി 32. എന്നെയും അങ്ങയോടും ദേവന്മാരോടും പിതൃക്കളോടും ഋഷിമാരോടും സജ്ജനങ്ങളെയും
അതേപോലെ എല്ലാ വർണ്ണങ്ങളിലും ആശ്രമങ്ങളിലും ഉള്ളവരെ കുറിച്ച് ഞാൻ അനുദപിക്കുകയാണ്. എല്ലാ വിഭാഗങ്ങളും ഈ കാലഘട്ടത്തിലെ ആശ്രമധർമ്മങ്ങളും എല്ലാം, ആശ്രമധർമ്മം എന്ന് പറഞ്ഞാൽ വർണ്ണാശ്രമ ധർമ്മങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യർ കർമ്മം ചെയ്യേണ്ടത് ജാതി മത ചിന്ത വെച്ചല്ല. ഓരോ വാക്കും ഓരോ കഴിവുണ്ട്. ബുദ്ധിയുള്ള ബുദ്ധി ഉപയോഗിച്ച് വർക്ക് ചെയ്യുക, ശരീരശക്തിയുള്ളവർ ശരീരശക്തിയുള്ളവരെ സഹായിക്കുക, സഹകരിക്കാൻ കഴിവുള്ളവരെ സഹകരിക്കുക. ഇങ്ങനെയാണ് മനുഷ്യർ ഒത്തൊരുമിച്ച് ജാതി മത ചിന്തയൊന്നും ഇല്ലാതെ പോകണം. പക്ഷേ കുറേ കാലം കഴിയുമ്പോൾ ഇങ്ങനെയെല്ലാം പിന്നക്കേരി വരാൻ തുടങ്ങും. അപ്പോൾ ഇതെല്ലാം ദുഷിക്കാൻ തുടങ്ങും. അപ്പോൾ അവരെല്ലാം കുറിച്ച് ചിന്തിച്ചിട്ടാണ് ഞാൻ അനുദപിക്കുന്നത്. പിന്നെ 33, ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ച ഭഗവാനെ ശരണം പ്രാപിച്ച ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാർ യാതൊരു ദേവിയുടെ കടാക്ഷ വിക്ഷേപത്തെ ആശിക്കുന്നവരായിട്ട് സുദീർഘ തപസ് അനുഷ്ഠിച്ചിരുന്നുവോ, ആ മഹാലക്ഷ്മി തൻ്റെ വാസസ്ഥാനമായ ചെന്താമര പൂങ്കാവനത്തെ പരിത്യജിച്ച് യാതൊരു കൃഷ്ണൻ്റെ തൃപ്പാദ സൗന്ദര്യത്തെ ഏറ്റവും അനരാഗവതിയായിട്ട് ഭജിച്ചിരിക്കുന്നുവോ. അപ്പോൾ ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഭഗവാൻ പോയപ്പോൾ ആ ദേവിയും ആര് മഹാലക്ഷ്മിയും അപ്രത്യക്ഷമായി. ഭഗവാനോ ഇല്ലെങ്കിൽ പിന്നെ മഹാലക്ഷ്മിക്കൊക്കെ ഭഗവാൻ പോകുമ്പോൾ ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് അതും ഇല്ലാതെയാവും. സൗഭാഗ്യമല്ലേ പ്രകൃതിയും പുരുഷനും പ്രകൃതിയും. പുരുഷൻ കൃഷ്ണനാണ്, കൃഷ്ണനല്ല വിഷ്ണു ആണെങ്കിൽ പ്രകൃതി മഹാലക്ഷ്മി. രണ്ടും ദ്വയമായിട്ടാണ്, ഒന്ന് മാത്രമായിട്ട് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ രണ്ടും ഒന്നിച്ചങ്ങ് പോകും. അപ്പോൾ സൗഭാഗ്യമെല്ലാം പോയെന്ന് ചുരുക്കം അർത്ഥം. ഇനി 34, താമര, വജ്രായുധം, കൊടിമരം എന്നിവയുടെ അടയാളമുള്ള ആ ഭഗവാന്റെ സുശോഭിത പാദപത്മത്തെ നന്നായി അലങ്കരിക്കപ്പെട്ട ശരീരത്തോട് കൂടിയിരുന്ന ഞാൻ, ഇപ്പം കൃഷ്ണനും ലക്ഷ്മിയെല്ലാം ഉണ്ടെങ്കിൽ ആ സൗഭാഗ്യങ്ങളെല്ലാം എവിടെ ഉണ്ടാവും? കൃഷ്ണനിലൂടെ എന്തെല്ലാമോ ചിത്രീകരിച്ചത്, താമരയും മറ്റേ അത് ഇതെല്ലാം ആയിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. ആ സൗഭാഗ്യം എവിടെയാണുള്ളത്? ഭൂമിയിലാണ് ഉള്ളത്. പൂങ്കാവനങ്ങൾ, സുന്ദരമായ മണിമാളികകൾ, ഇതെല്ലാം. അതുകൊണ്ട് രത്നങ്ങൾ എല്ലായിടത്തും സൗഭാഗ്യം. രത്നം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ഉന്നതി. ഇതെല്ലാം അങ്ങനെ ചിന്തിക്കാം. ഇതെല്ലാം കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഇവരെല്ലാം ഈ രണ്ടുപേരും ഇവിടെ ഉള്ളപ്പോൾ ഈ ഭൂമിദേവി അതിന് മാത്രം അഹങ്കാരം ചിലപ്പോൾ ഉണ്ടാവും ഭൂമിക്ക്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, 3 ലോകത്തെയും അതിശയിപ്പിച്ചിരുന്നു. ഞാൻ എല്ലാവരെയും അതിശയിപ്പിച്ചു. 3 ലോകത്തെയും, 3 ലോകം ഉണ്ടല്ലോ, ഭൂമി, സ്വർഗം, പാതാളം. അതിൽ 3 ലോകത്തെയും ഞാൻ അതിശയിപ്പിച്ചിരുന്നു. കാരണം അത്രയും സൗന്ദര്യമാണ് വിളയാടിയിരുന്നത് ആ കാലഘട്ടത്തിൽ കൃഷ്ണനിലുള്ള. അതാ ഭൂമി ലോകം അത്രയും സുന്ദരമായ ഒരു ലോകമാണ് അപ്പോൾ ഉണ്ടാക്കിയത്. ഏതിന് ശേഷം? 3-ാം ലോക മഹാഭാരത യുദ്ധത്തിന് ശേഷം, 3-ാം ലോക മഹായുദ്ധത്തിന് ശേഷം. അങ്ങനെ യാതൊരുവനാൽ ഗർവിച്ചിരുന്നുവോ അദ്ദേഹം അതിൻ്റെ മുടിവ് എത്തിയപ്പോൾ കൈവിട്ടു. സമയത്തുമ്പോൾ അങ്ങേരെ തലപ്പെട്ടു. ഇനിയിപ്പം കരിയാണ് വരാൻ പോകുന്ന എട്ട കാര്യം പോക്കായിന്ന് പറയുകയാണ്. എന്നിട്ട് ഭഗവാൻ എന്താ ചെയ്തതെന്ന് പറയാണ്. ആ ഭഗവാൻ അസുരവംശജരായ രാജാക്കന്മാരുടെ അസംഖ്യം ചതുരംഗ പടയാവുന്ന എൻ്റെ ഭാരത്തെ അകറ്റി. അവരെല്ലാം എൻ്റെ ഭൂമിയിൽ കിടന്നങ്ങനെ വിലസുകയായിരുന്നു. അവരെല്ലാം അടിച്ചു കൊന്നിട്ടാണ് കൃഷ്ണൻ എന്ത് ചെയ്ത് എൻ്റെ ഭാരയെല്ലാം ഒഴിവാക്കി തന്നത്. അതെല്ലാം നല്ല കാര്യം തന്നെയായിരുന്നു. മഹാഭാരത യുദ്ധത്തിലൂടെ അധർമ്മികളെല്ലാം കൊന്നൊടുക്കി. എന്നിട്ട് ഭൂമിയുടെ ഭാരം കുറഞ്ഞു. ഇനി 3-ാം ലോകമഹായുദ്ധത്തിലൂടെ ഈ കുറേ അധർമ്മികളെല്ലാം പോകുന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. അവസാനം കുറച്ച് പേര് അവശേഷിക്കും. അപ്പം ഭൂമിയുടെ ഭാരവും കുറഞ്ഞു കിട്ടും.
കാല് മൂന്നും ഒടിച്ച്, എന്നിട്ട് ഈ വിഷയത്തിലേക്ക് മെല്ലനെ കിടക്കുകയും ആദ്യത്തെ ഇതിലാണ് കാല് മൂന്നും ഒടിച്ച് ദുരവസ്ഥയിലായ അങ്ങയെ തന്നിലെ പൗരുഷത്താൽ പൂർണ്ണപാദം സ്വസ്ഥനുമാക്കിയ ആ മനോഹരമായ ശരീരം അങ്ങേക്ക് നൽകി. ആര്? ഈ കൃഷ്ണന്റെ കാലഘട്ടത്തിൽ. അപ്പം അതുവരെ അദ്ദേഹത്തിൻ്റെ അതിൻ്റെ മൂന്ന് ധർമ്മദേവന്റെ മൂന്ന് കാലുമല്ല മൃഗമായിട്ടാണല്ലോ അവതരിപ്പിച്ചിരുന്നത്. മൂന്ന് കാലും അടിച്ചു ഓടിച്ചിട്ട് ഒറ്റക്കാൽമലാണല്ലോ നിൽക്കുന്നത്. ആ മൂന്ന് കാലും അടിച്ച് ഓടിച്ചിട്ട് ഒറ്റക്കാലാക്കി ആയിരുന്നു നിന്നിരുന്നത്. ഏത് യുദ്ധം കഴിഞ്ഞപ്പോൾ ത്രിതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗത്തിൻ്റെ ഈ മഹാഭാരത യുദ്ധം നടക്കുന്ന കാലം വരെ, അല്ലെ മൂന്നാം ലോകമഹായുദ്ധം നടക്കുന്ന കാലം വരെ ഒറ്റക്കാൽമലാണ് നിന്നിരുന്നത്. ആ മഹാഭാരത യുദ്ധത്തിന് ശേഷം, അല്ലെങ്കിൽ മൂന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം എന്ത് ചെയ്ത് സുന്ദരമായ കാലല്ല, 4 കാലുമെല്ലാം അങ്ങേക്ക് ഉണ്ടാക്കി തന്നല്ലോ. അപ്പൊ ആ കാലിൻ്റെ കാര്യം ഇപ്പം പറയുന്നത്, അല്ലാതെ ഈ 3 കാലം പോയ കാര്യം പണ്ടുണ്ട്. പക്ഷെ ഈ ഒരു തൽക്കാലം അത് ഉണ്ടാക്കി തരുന്ന ഇപ്പം ആ കാലം പോയി. എന്നിട്ട് മനോഹരമായ ശരീരത്തെ അങ്ങോട്ട് ഉണ്ടാക്കി തന്നല്ലോ. അപ്പോൾ അതിന് 3 കാലും ഉണ്ടാക്കിക്കൊടുത്ത് 4 കാലും ഉണ്ടാക്കിക്കൊടുത്ത് സുന്ദരനാക്കി. പിന്നെ എനിക്ക്, അതായത് ഭൂമിക്ക് എന്താ ചെയ്തതെന്ന് പറയാൻ പോവുകയാണ്. 36 ആ കാലഘട്ടത്തിൽ യാതൊരുവൻ്റെ കടാക്ഷം, മന്ദഹാസം, നല്ല സംഭാഷണം എന്നിവ കൊണ്ട് സത്യഭാമാദികളായ എല്ലാ സ്ത്രീകൾക്കും അഭിമാനത്തോടുകൂടിയ മനോധൈര്യത്തെ അപഹരിച്ചിരുന്നുവോ. അതായത് സ്ത്രീകളുടെ എല്ലാം മനസ്സ് അപഹരിച്ച ആ കൃഷ്ണൻ എല്ലാ സ്ത്രീകളുടെയും, അതായത് സ്ത്രീകൾക്ക് അത്രയും സൗഭാഗ്യമായിരുന്നു, അവരെ മനസ്സ് കീഴടക്കിയിരുന്നു. യാതൊരുവൻ്റെ പാദസ്പർശത്താൽ, ഭൂമിക്കെന്ത് പറ്റി? ഈ കൃഷ്ണൻ്റെ പാദസ്പർശത്താൽ അലങ്കൃതമായി എനിക്ക് സസ്യപുളകാങ്കുരം സംജാതമായിരുന്നുവോ. സസ്യങ്ങളെല്ലാം അങ്ങനെ വളർന്ന് ഭയങ്കര പച്ച പുതപ്പണിഞ്ഞ് കിടക്കുകയായിരുന്നു ഭൂമി മുഴുവൻ ആ കാലഘട്ടത്തിൽ. ആ പുരുഷശ്രേഷ്ഠൻ്റെ വേർപാടിനെ ആരാണ് സഹിക്കുക? അദ്ദേഹം പോയല്ലോ. അദ്ദേഹത്തിൻ്റെ വേർപാടിനെ ഇനി ആർക്കാണ് സഹിക്കാൻ പറ്റുക? മറ്റേൻ്റെ കാലം പോലും പോവുകയും ചെയ്തു. ഇങ്ങനെ 37 ഭൂമിദേവിയും ധർമ്മദേവനും അവരിരുവരും ഈ വിധ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പരീക്ഷിത്ത് രാജാവ് കുരുക്ഷേത്രത്തിൽ പൂർവാഭിമുഖമായി പ്രവഹിച്ചിരുന്ന സരസ്വതി നദിയുടെ തീരത്ത് അപ്പോൾ എത്തി. അപ്പം ഇവർ തമ്മിൽ ഇത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കുരുക്ഷേത്രത്തിൻ്റെ പൂർവാഭിമുഖമായി പ്രവഹിക്കുന്ന സരസ്വതി നദിയുടെ തീരത്ത് ആരെത്തി? ഈ പരീക്ഷിത്ത് രാജാവ് എത്തി. ഇനി അടുത്ത അധ്യായം.